إله إلا الله محمد رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وبارك وسلم. علي المرتضى رضي الله عنه. അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം മുത്തുനബിയെ സംരക്ഷിച്ചതും സ്വന്തം മക്കളെക്കാൾ മുത്തുനബിയെ സ്നേഹിച്ചു വളർത്തിയതും അബൂ താലിബും അവരുടെ ഭാര്യയായ ഫാത്തിമ ബിൻത് അസാദുമായിരുന്നു. തങ്ങളുടെ മക്കളെക്കാൾ വലിയ സ്നേഹവും കരുണയുമായിരുന്നു അവർക്ക് മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തന്റെ എളാമക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ജന്മം നൽകിയ മാതാവിന്റെ വേർപാടിനു ശേഷം അവരായിരുന്നു എന്റെ മാതാവ്. അബൂ താലിബിന്റെ വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പോഴൊക്കെ വീട്ടിൽ മറ്റെല്ലാവരുടെയും കൂടെ ഞാനതിൽ പങ്കെടുക്കുമായിരുന്നു. എന്നിട്ടും അവർ ഭക്ഷണത്തിൽ നിന്നും അല്പം മാറ്റിവെച്ച് മറ്റേതെങ്കിലും സമയത്ത് എന്നോട് കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. മുത്തുനബിക്കും അവരോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവുമായിരുന്നു. മദീനയിൽ ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽ ആ മഹദിയും ഉണ്ടായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ തന്റെ കുർത്ത കൊണ്ട് അവരെ പുതപ്പിക്കുകയും അവരുടെ കവറിൽ നേരത്തെ കിടന്നു നോക്കുകയും ചെയ്തു. വാത്സല്യത്തിന്റെയും ആദരവിന്റെയും സ്നേഹസമ്പന്നമായ ആ പരിരംഭണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്ന സമയം കടുത്ത ക്ഷാമമാണ് അന്ന് മക്കയിൽ. തന്റെ പൃഥ്വിനായ അബൂ താലിബിന്റെ അവസ്ഥയോർത്ത് എപ്പോഴും മുത്തുനബി ചിന്താനിക്കുന്നാകാറുണ്ട്. കുടുംബങ്ങളെ കൈയാച്ച് സഹായിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ അവസ്ഥ മുത്തുനബിയിൽ സങ്കടവും അനുകമ്പയും വർദ്ധിപ്പിച്ചു. അബൂ താലിബിന്റെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുള്ളതിനാൽ അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ ആലോചിക്കാനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തികമായി നിറഞ്ഞു നിൽക്കുന്ന പൃഥ്വിനായ അബ്ബാസ് എന്നിവരെ കാണാൻ പോയി. പൃഥ്വിനെ കണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ താലിബ് വലിയ വിഷമത്തിലാണല്ലോ, നിറയെ അംഗങ്ങളുള്ള വലിയ കുടുംബവുമാണ്, നിത്യ ദാരിദ്ര്യവുമാണ്. അതിനാൽ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചുകൂടെ? അദ്ദേഹത്തിന്റെ 2 ആൺകുട്ടികളെ നമുക്ക് 2 പേർക്കും കൂട്ടിക്കൊണ്ടുവന്ന് സംരക്ഷിച്ചുകൂടെ? അബ്ബാസ് റളിയല്ലാഹുവിന് എതിർപ്പുണ്ടായിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിനെ തിരഞ്ഞെടുത്തു. അബ്ബാസിന് അലിയിലോടെ താല്പര്യമെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയെ എടുത്തപ്പോൾ അദ്ദേഹം ജഅഫറിനെയും കൂടെ കൂട്ടി. ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു ഇതിഹാസമായിരുന്നു. ഇസ്ലാമിക പ്രബോധകർ അറിഞ്ഞിരിക്കേണ്ട മനോഹരമായ ആവിഷ്കാരമാണ് അവിടുത്തെ ജീവിതം. അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇത് പിന്നീട് നമുക്ക് എഴുതാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചെറുപ്പനാളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അവിടുത്തെ തർബിയത്തിലാണ് അലി റളിയല്ലാഹു അൻഹു വളർന്നത്. അലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഗാധമായി സ്നേഹിച്ചു. അവിടുന്ന് അലിയാർ തങ്ങൾക്ക് വെറുമൊരു മച്ചുനനല്ല, ഗുരുവാണ്, പിതാവാണ്, എല്ലാമാണ്. മുത്തുനബിയുടെ സ്വഭാവവും ജീവിതവും സമീപനങ്ങളും നിലപാടുകളും ഇത്രമേൽ ജീവിതത്തിൽ പകർത്തിയെടുത്ത മറ്റൊരാളുണ്ടാകില്ല. ആൺമക്കളില്ലാത്ത മുത്തുനബിയുടെ വീട്ടിലെ 2 ആൺതരികളായിരുന്നു അലി റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദിന്റെ കഥ പിന്നീട് പറയാം. അവർ അവിടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വളർന്നു. കുസ്തികൾ കാണിച്ചു തുള്ളിച്ചാടി നടന്നു. ആ ബാല്യം ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം അലി എന്ന കുട്ടി നോക്കുമ്പോൾ തന്റെ മുത്തുനബി തങ്ങളും ഖദീജ ബീവി എന്തൊക്കെയോ പ്രാർത്ഥനകൾ ഉരുവിടുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ധ്യാനജ്ഞനായി നമ്രനിശിരസ്കനായി പ്രാർത്ഥിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു കുറെ നേരം അത് നോക്കി നിന്നു. ചെറുപ്പത്തിലെ ജിജ്ഞാസവും ബുദ്ധിമാനും ആയിരുന്നു അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇതെന്തോ പുതിയ സിദ്ധാന്തമാണെന്ന് അവന് മനസ്സിലായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഉടനെ ആ ദൗത്യത്തിൽ ഖദീജ ബീവിയും മുത്തുനബിയും മാത്രം അംഗങ്ങളായുള്ള സമയമാണത്. മുത്തുനബി ഹിറായിൽ ഗുഹയിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പലപ്പോഴും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മറ്റു സമയങ്ങളിൽ അലിയെയും കൂടിയായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറയിലേക്ക് പോവുക. അവർ പ്രാർത്ഥനയിൽ നിന്നും പിൻവലിഞ്ഞപ്പോൾ ആ പൊന്നുമോൾ താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മുത്തുനബിയുടെയും ഖദീജ ബീവിയുടെയും അടുത്ത് ചെന്ന് ചോദിച്ചു, ഇതെന്തു തരം പ്രാർത്ഥനയാണ്? ഞാനിതുവരെ അങ്ങനെ ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ലാത്ത, ഉസ്സ തുടങ്ങിയ പല ദൈവങ്ങളെ ഉപേക്ഷിച്ചു ഏകനായ അല്ലാഹുവിനെ മാത്രം നമിക്കുകയും അവന് മാത്രം അർച്ചനകൾ അർപ്പിക്കുകയും ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും ആ കാര്യം
എല്ലാ മനുഷ്യരോട് ആജ്ഞാപിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്ത പ്രവാചകനാണ് നിന്റെ ജ്യേഷ്ഠനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ കുമാരൻ സ്തംഭിച്ചു നിന്നുപോയി. അതെ, ഞാനൊന്ന് ഉപ്പയോട് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ കൂടെ കൂടാം, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനും വരാം. അത് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പുറത്തേക്കോടി. അലിയുടെ മനസ്സ് അപ്പോ പ്രക്ഷുബ്ധമായിരുന്നു. ചിന്തയുടെ വേലിയേറ്റങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു ആ കുട്ടി പുളയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ അലി റളിയല്ലാഹു അൻഹു വന്ന് മുത്തുനബിയോട് പറഞ്ഞു, ഞാൻ ഉപ്പയോട് ചോദിക്കാനൊന്നും പോണില്ല, അല്ലെങ്കിലും ഉപ്പയോടെന്തിന് ചോദിക്കണം, അദ്ദേഹത്തോട് ചോദിച്ചിട്ടല്ലോ ഏകനായ അള്ളാഹു എന്നെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത്. അതിനാൽ ഏകനായ അള്ളാഹുവിലും അവന്റെ ദൂതനായ തന്റെ സഹോദരനിലും അംഗീകരിക്കാൻ എനിക്കാരുടെയും സമ്മതം വേണ്ട. അതുകൊണ്ട് ഞാനിതാ അങ്ങ് പറഞ്ഞത് വിശ്വസിച്ചു അംഗീകരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി മുതൽ ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. അതായിരുന്നു അലി റളിയല്ലാഹു അൻഹുയുടെ ഇസ്ലാം. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം ആ കുട്ടിക്ക് മാത്രമാണ് ഉണ്ടായത്. ഖദീജയെ പോലെ മഹാഭാഗ്യം വിധിക്കപ്പെട്ടനായിരുന്നു ഈ കുട്ടിയും. പിന്നീട് മർദിയർക്ക് വേണ്ടി ശബ്ദിച്ചു. അവരുടെ നേതാവും വക്താവുമായി രംഗത്ത് വന്നു. അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവസാന മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച പ്രവാചകന്റെ വീട്ടിൽ അവിടുത്തെ ലാളനയേറ്റ് അവിടുത്തെ ജീവിതം പകർത്തി. സംസ്കാരം ഏറ്റുവാങ്ങി ജീവിതം ധന്യമാക്കിയ അലിയുൽ മുർത്തദ അള്ളാഹു സ്നേഹവായ്പോടെ കടാക്ഷിച്ച വചനമാണ് അവിടത്തേക്ക്. അള്ളാഹു എന്നെന്നും അദ്ദേഹത്തിൽ തൃപ്തനായിരിക്കട്ടെ. തിരുമേനിയുടെ ഹൃദയത്തിലായിരുന്നു അലി റളിയല്ലാഹു അൻഹുയുടെ സ്ഥാനം. പ്രവാചക തിരുമേനി തനിച്ചായിരുന്നപ്പോൾ, ഇസ്ലാം രഹസ്യമായിരുന്നപ്പോൾ വിശ്വസിച്ചതും ഒപ്പം നിന്നതും അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മരണം വരെ എല്ലാ പ്രതിസന്ധിയിലും അവർ ഒരുമിച്ച് നിന്നു. 7 വയസ്സുണ്ടായിരുന്ന അലിയാർ തങ്ങളെ ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു സംഭവമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലാവിൽ നിശബ്ദനുമായ പാതിരാവിൽ ജബലുന്നൂറിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ചിലപ്പോ ഹിറാവയുടെ ഉള്ളിലായിരിക്കും. അവിടെ ദൈവത്തിൽ നിന്നുള്ള സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അവിടെ സാക്ഷിയായി ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കണ്ണുകൾക്ക് കാണാനാകാത്തതും കണ്ണുകളെ കാണുന്നവനുമായ ഒരാൾ ജ്ഞാനത്തിന്റെ അഗ്നിഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ആവാഹിക്കുന്നയാളുടെ വിഭ്രാന്തി കണ്ടത് ആ രണ്ട് കുഞ്ഞു കണ്ണുകളാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത ആ 2 കൊച്ചു കണ്ണുകൾ. അവിടെ നിന്നും അലി റളിയല്ലാഹു അൻഹയെ ചുമലിലേറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുന്നൂർ ഇറങ്ങി വരും. പരിവാരങ്ങളിൽ നിന്നും ജനമനസ്സുകളുടെ സമതലങ്ങളിൽ എവിടെയൊക്കെ ചുമലിലോ കയ്യിലോ ഇടഞ്ഞോ വലത്തോ ഒരു കുട്ടി ആ കൂടി ഉണ്ടാകുമായിരുന്നു. സ്വന്തം മകൾക്ക് തന്റെ തലമുറയെ അന്ത്യനാൾ വരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അർപ്പിച്ചെടുക്കാൻ പ്രാപ്തനാക്കാൻ കൂടിയായിരുന്നു അത്. മുത്തുനബിയെ വധിക്കാൻ ഖുറൈശികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വീട് വളഞ്ഞപ്പോൾ തന്റെ വിരിപ്പിൽ തനിക്ക് പകരം കിടക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തതും ആ മഹാത്മാവിനെയായിരുന്നു. നേരം പുലരുന്നതിന് മുമ്പ് മൂത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ മക്ക വിട്ടിരുന്നു. മദീനയിലേക്കുള്ള ഹിജ്റയുടെ ആരംഭം. നേരം പുലർന്നപ്പോൾ വിരിപ്പിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വരുന്നതും കാത്തുനിന്ന കവാലികർ അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണ കവചമൊരുക്കിയ അലി റളിയല്ലാഹു അൻഹു പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയി. നടന്നു കാലിൽ നീര് വന്നു പൊട്ടിയൊലിച്ചു. മദീനയിലെത്തിയ അലിയാർ തങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കൊണ്ടുവന്നതും അവിടുത്തെ കാലിൽ ഉമിനീര് പുരട്ടി തടവിക്കൊടുത്തതും എന്തൊരു മനോഹരമാണ്. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ ഓരോരുത്തരെ അൻസാരികൾ സംരക്ഷിക്കാൻ ഏറ്റെടുക്കുമ്പോൾ പലരും അലി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി എന്റെ കൂടെ തന്നെ താമസിക്കൂ, അവനെ ആർക്കും ഞാൻ വിട്ടുതരില്ല. ഇതായിരുന്നു ആ ബന്ധം. അലി റളിയല്ലാഹു അൻഹു ഇല്ലാത്തവരുടെ നേതാവായിരുന്നു. അബൂദർ ഹിഫാരിയുടെ സഹചാരി, ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു അവർ. പട്ടിണി, അതായിരുന്നു അലിയാർ തങ്ങളുടെ തപസ്. ഖലീഫയായപ്പോൾ പോലും പൊന്നും പണവും സ്വർണവും പട്ടും കൈകൊണ്ട് തൊടാത്ത വൈരാഗി, പ്രവാചക തിരുമേനിയുടെ വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ, ഇസ്ലാമിന്റെ വിജ്ഞാന മഹാസാഗരത്തെ മുഴുവനും ആവാഹിച്ച തത്വജ്ഞാനിയായ ഗുരുശ്രേഷ്ഠർ.
അനിതര സാധാരണമായ പാഠം പ്രദർശിപ്പിച്ച ധീരയോക്താവ്, നീതിമാനായ ഭരണാധികാരി, മുത്തുനബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ പുതിയാപ്ല, തിരുമേനിയുടെ പാരമ്പര്യത്തിന്റെ കാവലാൾ. അത് എങ്ങനെയായാലും അലിയാരുടെ മഹത്വം വിവരങ്ങൾക്ക് അതീതമാണ്. ചരിത്രം അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള രണ്ട് വിധത്തിൽ അനീതിക്കിരയാക്കിയിട്ടുണ്ട്. ഒന്ന് അവിടത്തോടുള്ള അമിതമായ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും രൂപത്തിൽ, അതായത് ഷേഹി വിശ്വാസത്തിന്റെ കോലത്തിൽ. രണ്ട് അവിടുത്തെ രാഷ്ട്രീയ നിലപാടിനോടുള്ള അന്ധമായ വിരോധത്തിന്റെ പേരിൽ ഖവാരിജുകളുടെ കോലത്തിൽ. രണ്ട് പഠന വിധേയമാക്കി അഹ്ലുസുന്നയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കണം. അതാണ് യഥാർത്ഥ ഈമാന്റെ സത്ത. തീർച്ചയായും മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ഗുണങ്ങൾ ഞാൻ അലിയിൽ കാണുന്നു. ക്രിസ്ത്യാനികൾ ആ ദൈവദൂതനെ ആക്കി വെച്ചതുപോലെ എന്റെ ആൾക്കാർ അലിയെയും ആക്കി കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹുയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ അലിയുടെ കാലിനടിയിലെ പൊടി പെറുക്കിയെടുത്ത് അതുകൊണ്ട് പുണ്യം നേടാൻ ശ്രമിച്ചേക്കും. അലിയാർ തങ്ങളെ ഓർക്കണം, അവിടുത്തെ വാഴ്ത്തി പറയണം, അവിടുത്തെ ധീരോക്തമായ ജീവിതത്തോട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. നാം അലിയാർ തങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ കണ്ടെത്തുന്നത് ആ മഹാൻഭാവനിൽ നിന്നാകണം. ഷിയാക്കൾ അലിയാർ തങ്ങളെ മഹത്വപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ച് നാം നമ്മുടെ സ്നേഹത്തിന് ആദരവിന് എന്തിന് പിശുക്ക് കാണിക്കണം?